ആ ചെണ്ട സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അത് തരാൻ വേണ്ടിട്ടാ വന്നത്. ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ പട്ടാമ്പി മുതല പഞ്ചായത്തിലെ ബഡ്സ് സ്കൂളിലെ നമ്മുടെ അഭിറാം മോനെ നമ്മോടൊരു ആഗ്രഹം പറഞ്ഞിരുന്നു, അവനൊരു ചെണ്ട വേണമെന്ന്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഒരു ഫോളോവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയും അഭിറാം മോൻ്റെ ആഗ്രഹം സഫലമാവുകയും ചെയ്തിരിക്കുകയാണ്. ഇതെൻ്റെ പ്രിയ സുഹൃത്തുക്കളാണ് കേട്ടോ. നമ്മളെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ കട്ടയ്ക്ക് ഇവരുണ്ട് കേട്ടോ. അതൊരു വലിയൊരു അനുഗ്രഹമാണ് എനിക്ക്. ഞാൻ നമ്മുടെ മക്കളുടെ അടുത്ത് 2-3 ആഴ്ച മുന്നേ നമ്മുടെ മക്കൾക്ക് ഇവിടെ വന്നിട്ട് ഒരാൾ സ്പോൺസർ ചെയ്തിട്ട് ഭക്ഷണം കൊടുത്തു. അതുപോലെ മക്കളുടെ കൂടെ ഞാനും അഖിലും കൂടിയിട്ട് വന്നിട്ട് മക്കളുടെ കൂടെ കുറച്ചു നേരം ചെലവഴിച്ചു. അഭിറാം മോന് നമ്മളോട് ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവനൊരു ചെണ്ട വേണം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രൈ ചെയ്തു, പക്ഷെ നമുക്കത് ഇപ്പോ കിട്ടിയില്ല. അപ്പൊ എന്തായാലും നീ വിഷമിക്കണ്ട, നമ്മളത് പെട്ടെന്ന് എന്തായാലും തരും. എവിടെ നിന്റെ ചെറിയ ചെണ്ട എവിടെ അടുക്ക് അവിടെ? എന്തായാലും നമുക്ക് ആ ചെറിയ ചെണ്ടയിലൊന്ന് എല്ലാവർക്കും ഒന്ന് കൊട്ടി കാണിച്ചു കൊടുക്കാം. ഈ ചെണ്ടയിലാണ് നമ്മളെ അഭിറാമോ ഈ ചെണ്ടയിലാന്ന് വന്നപ്പോഴേ നമ്മുടെ മുന്നിൽ നിന്ന് കൊട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചെണ്ട സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അത് തരാൻ വേണ്ടിട്ടാ വന്നത്. ചിറകിൽ വെൺചിറകിൽ പറക്കാനൊരു മോഹം, നിന്റെ വികൃതിയിൽ മുഴുകുമ്പോൾ അതിമധുരം. ചെല്ലക്കാറ്റെ ചൊല്ല് ചൊല്ല്, ചക്കരവാക്കിലെന്തുണ്ട്? മായക്കാറ്റെ നില്ല് നില്ല്, ചിത്തിര കയ്യിലെന്തുണ്ട്? അത്തിമരത്തിലെ കൊച്ചു കിളിക്കൂട്ടിൽ പുള്ളിക്കുയിൽ കുഞ്ഞ് കൊഞ്ചും കൂറുമൊഴിയോ? പെറ്റുപെരുകണ പൊന്മയിൽ പിലിയോ? ചെല്ലക്കാറ്റെ ചൊല്ല് ചൊല്ല്, ചക്കരവാക്കിലെന്തുണ്ട്? മായക്കാറ്റെ നില്ല് നില്ല്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ബഡ്സ് സ്കൂള് പറഞ്ഞ ഒരുപാട് പരിമിതികളിൽ നിന്ന് ഇപ്പോൾ പതുക്കെ പതുക്കെ ഗ്രാമപഞ്ചായത്തും മറ്റ് ഇതേപോലെയുള്ള ഒരുപാട് ആളുകളുടെ സഹകരണത്തോടെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും പരിഹരിച്ച് കുട്ടികളെ എങ്ങനെയൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുമോ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്മ നിറഞ്ഞ ഒരുപാട് ആളുകളുടെ മനസ്സുകൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത്. വിവാഹമായാലും വാർഷികമായാലും മരണാനന്തര ചടങ്ങായാലും ആളുകൾ എന്ത് ആഘോഷവും ഇപ്പോൾ ഇവിടേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇതിനെ സംബന്ധിച്ച് അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അവർക്ക് നിറയെ ആളുകൾ വരിക എന്നുള്ളത്, അവരെ കാണുക എന്നുള്ളതും അവരെ സപ്പോർട്ട് ചെയ്യുന്ന വലിയ സന്തോഷത്തിലാണ്. അതിപ്പോൾ ഇവിടെ വരുന്നവർക്ക് അറിയാണ്ടാവും. എന്തായാലും ഒരു തവണ വന്നവർ വീണ്ടും വീണ്ടും വരുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. നവാബ് അഭിനന്ദിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ